Hi friends, ഇന്നത്തെ റെസിപ്പി അവിയലാണ്. സദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവമാണ് അവിയൽ. അപ്പോൾ അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കഷ്ണങ്ങൾ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1.5 ഇഞ്ച് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. സദ്യ അവിയലിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ചേന. 200 ഗ്രാം ചേനയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 8 ബീൻസ്, 2 ക്യാരറ്റ്, 100 ഗ്രാം വെള്ളിരിക്ക, ഒരു 10 പയറ്, അച്ചിങ്ങ പയറ്, പിന്നെ ഒരു കായ, ഒരു മുരിങ്ങാക്കായ. അപ്പോൾ ഇനി ഈ കഷ്ണങ്ങളെല്ലാം മൺചട്ടിയിലേക്ക് മാറ്റാം. ഈ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കണേ കേട്ടോ ഇത് നല്ലത്. കാരണം നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഇതൊന്നും ഇല്ലാത്തവർക്ക് ഫ്രൈങ് പാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഒരുപാട് അങ്ങോട്ട് പ്രസ് ചെയ്ത് മിക്സ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ. ഇത് നമ്മുടെ കഴുകി ഒഴിക്കുന്ന വെള്ളം മാത്രമാണ് ഇതിനകത്ത് ഒഴിക്കാറുള്ളത്. അതായത് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. വേറെ വെള്ളം ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ പതിയെ ഇരുന്നുള്ള ആ ചൂട് കൊണ്ട് വെള്ളിരിക്കയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി ആ വെള്ളം കൊണ്ട് തന്നെ ഈ ഫുള്ള് വെജിറ്റബിൾസും കുക്കായി വന്നോളും. അപ്പോൾ ഇനി കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും അവിയലിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് എന്ന് പറയുന്നത് 1 മുറി തേങ്ങയാണ്. പിന്നെ 5 പച്ചമുളക്, 6 ചുവന്നുള്ളി. ഇത് കുറച്ച് ചെറിയ ചുവന്നുള്ളിയാണ്, അതാണ് ഇത്ര എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ മിക്സിയിൽ അരഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. കറികൾക്ക് അരയ്ക്കും പോലെ ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകരുത്, എന്നാൽ തോരനേക്കാളും കൂടുതൽ അരച്ചെടുക്കുകയും വേണം. ഇതാ ഇപ്പോൾ ഈ വെജിറ്റബിൾസിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ടോസ് ചെയ്ത് കൊടുക്കണം. ഒരുപാടിട്ട് ഇളക്കണ്ട, ഇളക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വേവ് നോക്കുക എന്ന് പറഞ്ഞാൽ ഈ ചേനയുടെ വേവ് നോക്കിയാൽ മതി. ചേന വെന്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയെല്ലാ പച്ചക്കറികളും വെന്തിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഏറ്റവും വേവുള്ളതെന്ന് പറഞ്ഞത് ചേനയാണ്. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ചതച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോഴാണെങ്കിലും ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. അങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പച്ചക്കറികളൊക്കെ ഉടഞ്ഞു പോവും. കാര്യം നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ട് വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഉടയാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ എന്നാലും നമ്മൾ ശ്രദ്ധിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് തൈരും കൂടെ ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കുക. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. തൈര് ചേർത്തതിന് ശേഷം ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ തൈരിന് പകരമായിട്ട് നമുക്ക് പുളി ചേർക്കാം. വാളംപുളി വേണമെങ്കിൽ വാളംപുളി ചേർക്കാം, അല്ലെങ്കിൽ മാങ്ങ ചേർക്കാം. കേരളത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിലും ഓരോ ഐറ്റംസ് ചേർക്കണത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതുപോലെ മുകളിലൂടെ ഒന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് ധാരാളം കറിവേപ്പില മുകളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് മൂടി വയ്ക്കാം. എന്നിട്ട് നമ്മൾ കഴിക്കാൻ നേരത്തെ ആ മൂടി തുറന്ന് മിക്സ് ചെയ്തിട്ട് വിളമ്പിയെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏത് പച്ചക്കറികൾ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതുപോലെ ഈ അവിയൽ ഇങ്ങനെ വെളുത്തിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ മഞ്ഞപ്പൊടി അവോയ്ഡ് ചെയ്താൽ മതി. അതുപോലെ ചില ഭാഗത്തേക്കൊക്കെ കുറച്ചുകൂടി ഒരു നല്ലൊരു കളർ കിട്ടാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കാറുണ്ട്. കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു കളർ കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.